ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 207ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 എന്ന പുതുവർഷത്തെ എതിരേൽക്കാൻ ലോകമൊരുങ്ങുകയാണ്. സാമൂഹ്യവും സാംസ്കാരികവും വിശ്വാസപരവുമായ വൈവിധ്യങ്ങൾ കാരണം പുതുവർഷത്തെ എതിരേൽക്കാൻ ഓരോ ആളുകളും വ്യത്യസ്തങ്ങളായ ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. ദൈവമക്കളായ നാം എല്ലാവരും തന്നെ ദൈവിക സാന്നിധ്യ ബോധത്തോടെ പുതുവർഷത്തേക്ക് പ്രവേശിക്കാൻ ഒരുക്കങ്ങൾ ചെയ്യും. മിക്കവാറും ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയിലോ വർഷാവസാന പ്രാർത്ഥനകളിലോ അതിനൊന്നും സാഹചര്യമില്ലാത്തവർ സ്വന്തം ഭവനങ്ങളിൽ പ്രാർത്ഥനാ നിരതരായോ ആയിരിക്കും പുതുവർഷത്തേക്ക് പ്രവേശിക്കുന്നത്. പുതുവർഷം എന്തൊക്കെ വിശേഷങ്ങളുമായാണ് കാത്തിരിക്കുന്നത് എന്ന് അറിവില്ലാത്തതിനാൽ ഒരു ആകാംക്ഷ ഉണ്ടാവുക സ്വാഭാവികമാണ്. മുമ്പ് എന്നത്തേക്കാളും ഉപരി ആകാംക്ഷ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നതാണ് പരമാർത്ഥം. കാരണം ഓരോ വർഷം കഴിയുന്തോറും പുതിയ പുതിയ അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പുതുവർഷത്തെ ജീവിതം അനുഗ്രഹമാവാൻ പുതിയ തീരുമാനങ്ങളും പ്രതിജ്ഞകളും ശപഥങ്ങളും ഒക്കെ എടുക്കുകയും വിദഗ്ധ ഉപദേശങ്ങൾ തേടുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പുതുവർഷത്തെ ജീവിതം അനുഗ്രഹമാകാൻ വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഉപദേശങ്ങളിൽ വളരെ പ്രായോഗികമായ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണത്. അത് വിശദീകരിക്കും മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ പ്രസിദ്ധീകരിച്ച പുതുവത്സര എപ്പിസോഡുകളെ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 2022 ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തെ ആസ്പദമാക്കി തയ്യാറാക്കി നൽകിയ പുതുവത്സര സന്ദേശം വാച്ച് നൈറ്റ് 21 എന്ന 97ാമത്തെ എപ്പിസോഡ്. 2023 പുതുവത്സരത്തിലേക്ക് പ്രതീക്ഷയോടെ എന്ന 156-ാം എപ്പിസോഡ്. 2024 കൂടെ പോരുന്ന ദൈവത്തോടൊപ്പം 2024 എന്ന 187-ാം എപ്പിസോഡ് എന്നിവയാണവ. അവ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുകയും കണ്ടിട്ടുള്ളവർ മറ്റുള്ളവർക്ക് അത് പരിചയപ്പെടുത്തുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. 2024 അവസാന എപ്പിസോഡാണിത്. പുതുവർഷത്തെ ധ്യാനങ്ങൾ തയ്യാറാക്കുന്നതിലേക്കായി നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം എനിക്ക് ആവശ്യമുള്ളതിനാൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ. നിങ്ങൾക്ക് ഇതിലെ എപ്പിസോഡുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങളുടെ സ്നേഹിതർക്കും ബന്ധുക്കൾക്കും ഇത് പരിചയപ്പെടുത്തുകയും ചെയ്യണമേ. നാളിതുവരെ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും എനിക്ക് ലഭിച്ച അഭിനന്ദനങ്ങൾക്ക്, അഭിപ്രായങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് എല്ലാം എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. തുടർന്നും പ്രാർത്ഥിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് പുതുവർഷത്തേക്കുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. 2025 ഹസ്തരേഖ എന്ന തംബ്നെയിൽ കണ്ടപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ചിലരെങ്കിലും സംശയിച്ചു കാണും. സംശയിക്കേണ്ട, വേദപഠനം തന്നെയാണ്. എന്നാൽ ഈ ധ്യാനം കൃത്യമായി നിങ്ങളുടെ മനസ്സുകളിൽ എത്തിക്കാനായി ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യാഖ്യാന രീതി മാത്രമാണിത്. അതായത് എബ്രായ ലേഖനകർത്താവിൻ്റെ വാക്കുകളെ നമ്മുടെ ഒരു കൈയിലെ 5 വിരലുകളോട് ചേർത്ത് വിശദീകരിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ വിരൽ തമ്പ് അഥവാ തള്ളവിരലാണ്.
എബ്രായർ 13:1 സഹോദര പ്രീതി നിലനിൽക്കട്ടെ. ഞാൻ ഈ തള്ളവിരലിനോട് ചേർത്താണ് ഈ ഒന്നാമത്തെ ചിന്ത പങ്കുവയ്ക്കുന്നത്. ഈ വേദഭാഗം നൽകുന്ന ഒന്നാമത്തെ പ്രബോധനം സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്നാണ്. നമ്മുടെ വിരലുകളിൽ ഏറ്റവും ബലമുള്ളത് തള്ളവിരലിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ബലവും വിജയവും ഒക്കെ നിർണ്ണയിക്കാൻ നാം ഉപയോഗിക്കുന്ന ആംഗ്യം തംസ് അപ്പ് അഥവാ തംസ് ഡൗൺ എന്നൊക്കെയാണല്ലോ. അവരവരുടെ തള്ളവിരലിലേക്ക് നോക്കിക്കൊണ്ട് അവരവരുടെ സാഹോദര്യ ബന്ധത്തിൻ്റെ ഫലം നിശ്ചയിക്കുക. സഹോദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രക്തബന്ധം മുതൽ സൃഷ്ടിബന്ധം വരെ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില വേദഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യേശു കർത്താവ് ഉദ്ധരിക്കുന്നതും തൻ്റെ ശിഷ്യന്മാരെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നതുമായ ദൈവവചനം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന ലേവ്യ പുസ്തകം 19 അധ്യായം 18 വാക്യമാണ്. ലേവ്യ പുസ്തകത്തിലെ പഠിപ്പിക്കയെ പരിഷ്കരിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് നോക്കൂ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. യോഹന്നാൻ 13:34. കർത്താവ് പല പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാരോട് ഇത് പറഞ്ഞുവെന്ന് യോഹന്നാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ 15:12 ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. യോഹന്നാൻ 15:17 നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. യോഹന്നാൻ പിന്നീട് തൻ്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ യേശുവിൻ്റെ ഈ കൽപ്പന ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നാണല്ലോ എന്നാണ് 1 ലേഖനം 3 അധ്യായം 11 വാക്യത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 23 വാക്യത്തിൽ യോഹന്നാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. 4 അധ്യായം 20 വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നാണ്. പൗലോസ് അപ്പോസ്തലനും തൻ്റെ ലേഖനങ്ങളിലൂടെ ഈ ഉപദേശം നൽകുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 12 അധ്യായം 10 വാക്യത്തിൽ പറയുന്നത്, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ എന്നാണ്. എഫെസ്യർക്ക് എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. എഫെസ്യർ 5:2. തെസലോനിക്കർക്ക് എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചിരിക്കുന്നു. 1 തെസലോനിക്കർ 4:9. പത്രോസ്ലീഹ പറയുന്നത്, നമ്മുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റ് സ്നേഹിപ്പിനെന്നാണ്. 1 പത്രോസ് 1:22. തൻ്റെ 2 ലേഖനത്തിൽ പത്രോസ് പറയുന്നത്, ഭക്തിയോട് സഹോദര പ്രീതിയും സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ എന്നാണ്. ഇവ നമ്മിൽ വർദ്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല എന്നും പത്രോസ് പറയുന്നു. 2 പത്രോസ് 1:7-8. പ്രിയപ്പെട്ടവരെ, സഹോദരി ബന്ധങ്ങളൊക്കെ വല്ലാതെ മുരടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ബന്ധങ്ങളെ ആത്മശോധന ചെയ്യാൻ ഈ പ്രബോധനം നമ്മെ സഹായിക്കട്ടെ. സാഹചര്യം അനുസരിച്ച് നമ്മെ ഒഴിവാക്കാൻ ശീലിച്ചവരെ അല്ല സ്നേഹിതരെന്ന് വിളിക്കേണ്ടത്. കാലം മാറിയാലും കോലം മാറിയാലും ചങ്കിൽ സ്നേഹം നിറച്ച് കൈവിടാതെ നമ്മെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നവരാണ് യഥാർത്ഥ സഹോദരങ്ങൾ. സദൃശ്യവാക്യങ്ങൾ 17:17 നാം വായിക്കുന്നു,
സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല സ്നേഹിതരാവാം, അതുവഴി നല്ല സഹോദരരായി തീരാം. പുതുവർഷത്തിൽ നമ്മുടെ കൈപ്പത്തി കാണുമ്പോൾ, തള്ളവിരൽ കാണുമ്പോൾ സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന പ്രബോധനം ഓർമ്മയിൽ വരട്ടെ. 2 ചൂണ്ടുവിരലാണ്, പോയിൻ്റർ അഥവാ ഇൻഡെക്സ് ഫിംഗർ. അവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നത് അതിഥി സൽക്കാരം മറക്കരുത് എന്നാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെയും സാറായെയും സ്മരിച്ചുകൊണ്ട് ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ, അതായത് അതിഥി സൽക്കാരം കാരണം ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, വിശക്കുന്നവന് ആഹാരവും ദാഹിക്കുന്നവന് വെള്ളവും നൽകുക ഭൂമിയിലെ ഏറ്റവും വലിയ പുണ്യം അതാണ്. ഹോസ്പിറ്റാലിറ്റി ഈസ് ദ ക്രൗൺ ഓഫ് എ ഹോം. അതിഥി സൽക്കാരമാണ് ഒരു ഭവനത്തിൻ്റെ കിരീടം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തീയ ജീവിത പ്രമാണങ്ങൾ വിവരിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നു, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. റോമർ 12:13. പത്രോസ്ലീഹ പറയുന്നത് പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ എന്നാണ്. 1 പത്രോസ് 4:9. തൈത്തിരീയ ഉപനിഷത്തിലെ അതിഥി ദേവോ ഭവ എന്ന ആപ്തവാക്യത്തിലൂടെ അതിഥിയെ ദൈവത്തെ പോലെ കാണണം എന്നാണ് ആർഷഭാരത സംസ്കാരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. സദൃശ്യവാക്യങ്ങളിൽ പറയുന്നതും മറ്റൊന്നല്ലല്ലോ. ശത്രുവിനോടാണെങ്കിൽ പോലും ആതിഥ്യ മര്യാദ കാണിക്കണം എന്നാണ് സദൃശ്യവാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും, യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. സദൃശ്യവാക്യങ്ങൾ 25, 21, 22 വാക്യങ്ങൾ. യേശു കർത്താവിൻ്റെ മഹാപ്രത്യക്ഷതയിൽ സംഭവിക്കാനിരിക്കുന്ന അന്ത്യ ന്യായവിധിയെക്കുറിച്ച് വേദപുസ്തകം നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ സിംഹാസനസ്ഥനായിരിക്കുന്ന രാജാവായ ദൈവം സകല ജാതികളെയും തൻ്റെ മുമ്പിൽ കൂട്ടി അവരെ 2ആയി തരംതിരിക്കുന്ന പ്രക്രിയയിൽ മാനദണ്ഡമാക്കുന്നത് വിശന്നവന് ഭക്ഷിപ്പാൻ കൊടുക്കുന്നതിനെക്കുറിച്ചും ദാഹിച്ചവന് കുടിപ്പാൻ കൊടുക്കുന്നതിനെക്കുറിച്ചുമാണ്. സംശയം ഉന്നയിച്ചവരോട് രാജാവ് പറയുന്നുണ്ട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുവനോട് നിങ്ങൾ ചെയ്തതും ചെയ്യാതിരുന്നതും തന്നോട് തന്നെയാണ് എന്ന്. മത്തായി 25. പ്രിയപ്പെട്ടവരെ, പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ആചരിപ്പാൻ പുതുവർഷം നമുക്ക് തീരുമാനമെടുക്കാം. ഒരു വാക്കായാലും, ഒരു വറ്റായാലും, ഒരു ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി വെക്കാതിരിക്കുക. കാരണം പിന്നീട് കൊടുക്കുവാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടാവണമെന്നില്ലല്ലോ. 3-ാമത്തെ വിരൽ നടുവിരലാണ്, മിഡിൽ ഫിംഗർ. 3-ാമത്തെ വാചകം എബ്രായ ലേഖനകർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. ബന്ധനസ്ഥരോടും കഷ്ടം അനുഭവിക്കുന്നവരോടുമുള്ള കരുതൽ. നമ്മുടെ വിരലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നീളമുള്ളത് ഈ വിരലിനാണല്ലോ. വിശുദ്ധ വേദപുസ്തകം മുഴുവൻ അഗതികളോടും വിധവമാരോടും അരികുവൽക്കരിക്കപ്പെട്ടവരോടും പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. അവരോടൊക്കെയുള്ള കരുതൽ സഹതാപം കൊണ്ടല്ല, സഹാനുഭൂതി കൊണ്ടാവണമെന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. സഹതാപവും, അതായത് സിമ്പതിയും, സഹാനുഭൂതിയും, അതായത് എമ്പതിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സിമ്പതിയല്ല, എമ്പതിയാണ്. ശരിക്കും പറഞ്ഞാൽ സഹതാപം കാഴ്ചയാണ്, സഹാനുഭൂതി കാഴ്ചപ്പാടാണ്.
ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വരദാനം കാഴ്ചയല്ല, മറിച്ച് കാഴ്ചപ്പാടാണ്. കാഴ്ച കണ്ണുകളുടെ പ്രവർത്തനമാണ്, എന്നാൽ കാഴ്ചപ്പാട് മനസ്സിൻ്റെ പ്രവർത്തനമാണ്. ഞാൻ 2 ഉദാഹരണങ്ങളോട് ഇത് വ്യക്തമാക്കാം. ഒന്ന്, ഞാൻ വായിച്ച ഒരു വാർത്തയാണ്. ഈ വർഷം ആദ്യം കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന യുവജനോത്സവത്തിലെ കുച്ചിപ്പുടി മത്സരം. പല മത്സരാർത്ഥികളുടെ കൂട്ടത്തിലെ 2 പേരായിരുന്നു ദിയ എന്ന പെൺകുട്ടിയും അശ്വിനി എന്ന കുട്ടിയും. ദിയ മത്സരത്തിനായി വേഷം കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം കുച്ചിപ്പുടിയുടെ വേഷവിധാനത്തിലെ ഒരു ഇനമായ ബ്ലാക്ക് ഷീറ്റ് എടുക്കാൻ അവൾ മറന്നുപോയി. അതില്ലാതെ മത്സരിച്ചാൽ നെഗറ്റീവ് റിമാർക്ക് വരും. അപ്പോൾ തൊട്ടടുത്ത് അശ്വിനി മത്സരത്തിനായി വേഷം കെട്ടി നിൽക്കുകയാണ്, അതേ മത്സരത്തിനായി. അവർ തമ്മിൽ യാതൊരു മുൻപരിചയവുമില്ല. വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് ഒരേ ഇനത്തിൽ മത്സരിക്കാൻ വന്നവരാണ്. പരിഭ്രാന്തയായ ദിയ അശ്വിനിയോട് ചോദിക്കുന്നു, എനിക്ക് നിൻ്റെ ബ്ലാക്ക് ഷീറ്റ് ഒന്ന് തരുമോ? അത് കൊടുക്കാതിരിക്കാമെങ്കിൽ തൻ്റെ എതിരാളിയായ ദിയ തോൽക്കും. എന്നാൽ അശ്വിനി ഒരു നിമിഷം പോലും ശങ്കിക്കാതെ തൻ്റെ ബ്ലാക്ക് ഷീറ്റ് അഴിച്ച് ദിയയ്ക്ക് കൊടുത്തു. മനോരമ ദിനപത്രം പ്രസ്തുത വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ദിയയ്ക്ക് നേരെ അശ്വിനി നീട്ടിയ ആ തുണിക്കഷണത്തിനുണ്ട് ശബ്ദതാരാവലിയിൽ പരതിയാൽ കിട്ടാത്ത ഒന്നിലധികം പര്യായങ്ങൾ. 2, ഞാൻ കണ്ട ഒരു കാർട്ടൂണാണ്. ഒരമ്മയും 2 മക്കളുമാണ് അതിലെ കഥാപാത്രങ്ങൾ. മക്കൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവർ അമ്മയുടെ 2 വശങ്ങളിൽ നിന്ന് അമ്മ എൻ്റെയാ, അമ്മ എൻ്റെയാ എന്ന് പറഞ്ഞ് തന്നിലേക്ക് അമ്മയെ വലിക്കുകയാണ്. ആ അമ്മ പ്രായമായപ്പോൾ അതേ മക്കൾ അമ്മ നിൻ്റെയാ, അമ്മ നിൻ്റെയാ എന്ന് അമ്മയെ തള്ളി മാറ്റുകയാണ്. ഞാനിപ്പോൾ ഉദ്ധരിച്ച വാർത്തയും കാർട്ടൂണും കാഴ്ചയും കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം നമ്മെ ബോധ്യപ്പെടുത്താൻ മതിയായവയാണ്. എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് മനുഷ്യരെല്ലാം. മറ്റുള്ളവർക്ക് ഉള്ളതും ഇല്ലാത്തതുമെല്ലാം എനിക്കും വേണം എന്ന സ്വാർത്ഥതയോടെ പരക്കം പായുകയാണ്. ഒത്തിരി ഉള്ളവനിലേക്ക് നോക്കിയാൽ നമുക്കിനിയും ഒരുപാട് നേടാനുണ്ട് എന്ന് തോന്നലുണ്ടാവും. എന്നാൽ ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നമ്മൾ ഒരുപാട് നേടിയവരാണ് എന്ന് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, വരുന്ന വർഷം നോക്കേണ്ടത് ഉള്ളവനിലേക്കല്ല, ഇല്ലാത്തവനിലേക്കാണ്. നമുക്കുള്ളത് ഇല്ലാത്തവന് കൂടെ നൽകാനുള്ള കരുതലിലേക്കായിരിക്കട്ടെ നമ്മുടെ നോട്ടം. അങ്ങനെ ശരിക്കും നോക്കിയാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറും. നമ്മുടെ കയ്യിലെ നടുവിരൽ കാണുമ്പോഴൊക്കെ ഞാൻ ഇനിയും വളരെ ദൂരം പോകേണ്ടതുണ്ടല്ലോ എന്ന ആത്മഭാരം നമുക്കുണ്ടാവട്ടെ. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിത ശബ്ദധാരാവലിയിൽ സഹാനുഭൂതിയുടെ പുതിയ പുതിയ പദങ്ങൾ നമുക്ക് എഴുതി ചേർക്കാം. 4ാമത്തെ വിരൽ മോതിര വിരലാണ്, റിംഗ് ഫിംഗർ. അടുത്ത വാചകം ഇങ്ങനെയാണ്: വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. മാന്യമായ ഭാര്യാഭർത്തൃ ബന്ധത്തെയും നിർമ്മലമായ ലൈംഗിക ജീവിതത്തെക്കുറിച്ചുമാണ് പ്രതിപാദ്യം. ഒപ്പം ഒരു മുന്നറിയിപ്പ് കൂടെയുണ്ട്: എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്നാണത്. ക്രൈസ്തവ പഠിപ്പിക്കയിൽ വിവാഹം ഒരു കൂദാശയാണ്. അതായത് വിവാഹം വളരെ പവിത്രമായ ഒന്നാണ്. ഇന്ന് നാം ജീവിക്കുന്ന കാലം ധാർമ്മികത എന്ന വാക്കിന് പലവിധ അർത്ഥങ്ങൾ കൽപ്പിക്കുന്ന കാലമാണ്. അതുകൊണ്ട് മാന്യമായിരിക്കേണ്ട വിവാഹങ്ങൾ ഇന്ന് വൈകൃതങ്ങളായിക്കൊണ്ടിരിക്കുന്നു എന്നത് എത്രയോ നിരാശാജനകമായ ഒരു അനുഭവമാണ്. വിവാഹത്തിന് മുമ്പും വിവാഹശേഷവും കാട്ടിക്കൂട്ടുന്ന ആധുനിക ആഘോഷങ്ങൾ ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നവയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന കാര്യം ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും പ്രവണതകളുമാണ്. വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാന്യത എന്നും നൈർമല്യമെന്നും ഒക്കെ പറയുന്ന വാക്കുകൾ സമൂഹം നിശ്ചയിച്ചിട്ടുള്ള ചില അരുതുകളുടെ പശ്ചാത്തലത്തിലേ മനസ്സിലാക്കാൻ കഴിയൂ.
സമൂഹം കൽപ്പിച്ചിട്ടുള്ള അരുതുകളുടെ എല്ലാം പിന്നിൽ ചില അദൃശ്യ കാരണങ്ങളുണ്ടാവും. അവയുടെ എല്ലാം യുക്തി ഒരു പക്ഷേ കണ്ടെത്താൻ കഴിയില്ലായിരിക്കാം. അരുതുകളെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനം. തോന്നിയതെല്ലാം ചെയ്യുന്നവർക്ക് തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം ലഭിച്ചേക്കാം. എന്നാൽ എല്ലാ അരുതുകൾക്കും രണ്ട് വശങ്ങളുണ്ട് എന്ന് മറക്കരുത്. ഒന്ന് തത്സമയ സന്തോഷമാണ്. രണ്ടാമത്തേത് ആത്യന്തികമായ ദുരന്തമാണ്. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട ആരും അപകടം മുന്നിൽ കാണുന്നത് വരെ മതി എന്നൊരു വാക്ക് പറയാറില്ല. അപകടത്തിൽ പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചിരിക്കും. മാന്യമല്ലാത്ത വിവാഹങ്ങളും നിർമ്മലമല്ലാത്ത ലൈംഗികതയുമാണ് ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും കാരണം എന്നത് ഓർമ്മയിലിരിക്കട്ടെ. 5 ചെറുവിരൽ, ലിറ്റിൽ ഫിംഗർ അഥവാ പിങ്കി. അടുത്ത വാചകം ഇങ്ങനെയാണ്: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. നമ്മുടെ വിരലുകളിൽ ഏറ്റവും ചെറിയ വിരൽ നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ദ്രവ്യാഗ്രഹം എന്ന ദുരന്തത്തെക്കുറിച്ചാണ്. എല്ലാത്തരം ആസക്തികളെയും പ്രതിനിധാനം ചെയ്യുന്നൊരു വിഷയമാണിതെന്ന് പറയാം. ദ്രവ്യാഗ്രഹം, തൃപ്തി എന്ന വിപരീത അർത്ഥങ്ങളുള്ള 2 വാക്കുകളാണ് ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തൃപ്തിയില്ലാതെ വരുമ്പോഴാണല്ലോ അത്യാഗ്രഹം ഉണ്ടാവുന്നത്. തിമോഥെയോസിന് എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. 1 തിമോഥെയോസ് 6, 9, 10. ഇതെത്രയോ വാസ്തവമാണ് എന്ന് നിത്യവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലയാളികളെ പോലെ മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയായി സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോയ ഒരു ജനത ലോകത്തിൽ വേറെ ഇല്ല എന്നതാണ് വാസ്തവം. അത് സാമ്പത്തിക രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും ആധ്യാത്മിക രംഗത്തായാലും ഇത് തന്നെയാണ് അവസ്ഥ. ആസക്തിയുടെ അനന്തരഫലം അവനവൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തി കളയുമെന്നതാണ്. ഇത്തരക്കാരെല്ലാം ചെന്ന് പെടുന്നത് ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത കുഴികളിലാണ് എന്നതാണ് സത്യം. തുടർന്ന് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവൻ. അതിൻ്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്. തിമോഥെയോസിന് എഴുതുമ്പോൾ പൗലോസ് ഇത് പറയുന്നുണ്ട്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. 1 തിമോഥെയോസ് 6, 7, 8. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിത്യവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് സദൃശ്യവാക്യങ്ങളിലാണ്. പുതുവർഷത്തിൽ ആ പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണ്: ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. സദൃശവാക്യങ്ങൾ 30, 8, 9 വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ നമുക്ക് വേണ്ടി തുറക്കുന്നത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അടയ്ക്കാം. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത് അടയ്ക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് എല്ലാം തരാൻ കഴിയുന്ന ദൈവത്തിൽ മാത്രം ശരണപ്പെടുക. നാം പ്രവേശിക്കുന്ന പുതിയ വർഷം ഈ ഹസ്തരേഖ നോക്കി ജീവിക്കുക. തീർച്ചയായും ദൈവം അനുഗ്രഹകരമായ ഒരു ജീവിതം നമുക്ക് നൽകും. പുതിയ വർഷത്തിൽ അവനവൻ്റെ കൈപ്പത്തി നോക്കുന്ന ആളുകൾ, അതിലെ ഓരോ വിരലുകളും നമ്മോട് സംസാരിക്കുന്ന ദൈവവചനമാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പങ്കുവച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഹസ്തരേഖ നോക്കി ജീവിച്ചാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ദൈവം തീർച്ചയായും അനുഗ്രഹകരമായ ഒരു ജീവിതം നമുക്ക് നൽകും.
അതിനായി ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. പി തോമസ് അച്ഛൻ. വിഷ് യു ഓൾ എ വെരി പ്രോസ്പെറസ് and meaningful New Year.